ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഭാഗവതം എന്നുള്ളതാണ് ഭാഗവതം. ഭാഗവതം ഇല്ലാതാകുന്നില്ല. പക്ഷേ ഈ കലിയുഗത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായ സന്ദർഭത്തിലാണ് നമ്മുടെ ഈ ഭൗതിക ലോകത്തിലേക്ക് ഭാഗവതം എത്തുന്നത്. എങ്ങനെ? രണ്ട് രീതിയിൽ അത് വരുന്നുണ്ട്. നമുക്കറിയാം, ഗർഭോദകശായി വിഷ്ണു അത് ബ്രഹ്മാവിന് പറഞ്ഞു കൊടുക്കുന്നു, ബ്രഹ്മാവ് നാരദന് പറഞ്ഞു കൊടുക്കുന്നു, നാരദൻ അത് വ്യാസന് പറഞ്ഞു കൊടുക്കുന്നു, വ്യാസൻ ശുകദേവ് ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ നമ്മൾക്ക് ഭാഗവതം ലഭ്യമാകുന്നു. പിന്നീട് വേറൊരു രീതിയിൽ പറഞ്ഞാൽ സംഘർഷണ ഭഗവാൻ അത് സനത്കുമാരാദികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സനത്കുമാരാദികൾ അത് സാഖ്യായന മുനിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ നിന്നത് പരാശരന് കിട്ടുന്നു. പരാശരൻ അത് ബൃഹസ്പതിക്ക് പറഞ്ഞു കൊടുക്കും. അവിടെ നിന്ന് മൈത്രേയന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പരാശരൻ നേരിട്ട് മൈത്രേയന് കൊടുക്കുന്നു എന്നും പറയുന്നുണ്ട്, പരാശരൻ ബൃഹസ്പതി വഴി കൊടുക്കുന്നു എന്നും പറയുന്നുണ്ട്. രണ്ടും പറയുന്നുണ്ട്. അങ്ങനെ മൈത്രയിൽ നിന്ന് അത് വിതുരർക്ക് ലഭിക്കുന്നു. വിതുരർ വഴിയും ഭാഗവതം ലഭ്യമാകുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഭാഗവതത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ആദ്യം നമ്മൾ 6 ചോദ്യങ്ങൾ നൈമിശാരണ്യത്തിൽ വെച്ച് അവിടെ യജ്ഞം നടക്കാൻ നടക്കുന്നു. ആ സമയത്ത് ഭാഗവതം ചർച്ച ചെയ്യാൻ തുടങ്ങുന്ന അവസരത്തിൽ ആ ചർച്ച ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ അവിടെ ശൗനകാദികൾ സൂതഗോസ്വാമിയുടെ 6 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് 4 പഠിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പം ഒന്നാമത്തെ ചോദ്യം ചോദിച്ചത്, ജനങ്ങൾക്ക് പൂർണ്ണവും പരവുമായ നന്മയെ നൽകുന്നത് എന്താണ്? തത്ര തത്രാഞ്ജസായുഷ്മൻ ഭവതായത് വിനിശ്ചിതം പുംസാം ഏകാന്തത ശ്രേയസ് തന്ന സംശിതും അർഹസി എന്നുള്ള ആ ക്വസ്റ്റ്യൻ, ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ അതാണ് ചോദിച്ചത്. ജനങ്ങൾക്ക് പൂർണ്ണവും പരവുമായ നന്മയെ നൽകുന്നത് എന്താണ്? രണ്ടാമത് ചോദിച്ചതാണെങ്കിൽ വേദശാസ്ത്രങ്ങളുടെ വിശിഷ്ട അന്തസ്സത്തെ കുറിച്ച് പറഞ്ഞു തരിക. ആ ശ്ലോകമാണ് പുരീണി ഭൂരി കർമാണി ശ്രോതജ്ഞാനി വിഭാഗശഃ അത സാധോത്രയത് സാരം സമുദ്രധ്യ മനീഷയ ബ്രൂഹിപത്രായ ഭൂതാനാം ഏനാത്മാ സുപ്രസീദതി. അത് 2 ക്വസ്റ്റ്യനായി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത്, അത് പഠിച്ചു കഴിഞ്ഞതാണ്. ജാനാസി പത്രന്ധേ ഭഗവാൻ സാത്വതാംപതി ദേവക്യം വാസുദേവസ്യ യാദോഹി യസ്യ ചികീർഷയ. ഭഗവാൻ ദേവകീ ഗർഭത്തിൽ ആവിർഭവിച്ചതിന്റെ ഉദ്ദേശ്യം എന്താണ്? അപ്പം 3. നാലാമത്തേത്, തന്നെ ശുശ്രൂഷമാണാനാം അർഹസ്യ അംഗാനുവർണിതും യസ്യാവതാരോ ഭൂതാനാം ക്ഷയമായച്ച ഭവായച്ച. ഭഗവാനെയും അവതാരങ്ങളെയും കുറിച്ച് പൂർവാചാര്യന്മാർ പറഞ്ഞു തന്നത് ഞങ്ങൾക്ക് കൂടി പറഞ്ഞു തരിക. ഇനി അടുത്ത 2 പഠിച്ചില്ല, ഇനിയും പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇങ്ങനെ 4 ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിച്ചു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ അതിനുശേഷം ഭാഗവതം പറഞ്ഞു പോവുകയാണ്. ഇനി അതിലെ 21ാമത്തെ ശ്ലോകം വരെയായി നമ്മൾ 20 ശ്ലോകം വരെ എടുത്തു കഴിഞ്ഞു. 21ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് ഹരേ കൃഷ്ണ. ശ്ലോകം വായിക്കാം. കലിമാഗതമാജ്ഞായ ക്ഷേത്രേസ്മിൻ വൈഷ്ണവേ വയം ആസീനാ ദീർഘസത്രേണ കഥായാം സക്ഷണാ ഹരേ. കലിമാഗതമാജ്ഞായ ക്ഷേത്രേസ്മിൻ വൈഷ്ണവേ വയം ആസീനാ ദീർഘസത്രേണ കഥായാം സക്ഷണാ ഹരേ. കലിം ആഗതം ആജ്ഞായ ക്ഷേത്രേ അസ്മിൻ വൈഷ്ണവേ വയം ആസീന ദീർഘ സത്രേണ കഥായാം സക്ഷണ ഹരേഹേ. കലിം ആഗതമാജ്ഞായ ക്ഷേത്രേസ്മിൻ വൈഷ്ണവേ വയം ആസീന ദീർഘസത്രേണ കഥായാം സക്ഷണ ഹരേ. ഹരേ കൃഷ്ണ. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാത്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി
വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. കലിം എന്ന് പറഞ്ഞാൽ കലിയുഗം. ആഗതം എത്തിച്ചേർന്നു. ആജ്ഞായ അതറിഞ്ഞ. ക്ഷേത്രേ ഈ സ്ഥലത്തെ. അസ്മിൻ ഈ. വൈഷ്ണവേ ഭഗവത് ഭക്തർക്കായി പ്രത്യേകമായി ഉദ്ദേശിച്ച, പ്രത്യേക കരുണയോടുകൂടി സവിശേഷമായി ഉദ്ദേശിച്ച. വയം നാം ആസീന ഉപവിഷ്ടരായിരിക്കുന്നു. സുദീർഘമായ. സത്രേണ യജ്ഞനിർവഹണാർത്ഥം. കഥായാം കഥാഖ്യാനങ്ങളാൽ. സക്ഷണ നമ്മുടെ അധീനതയിലുള്ള അഥവാ നിയന്ത്രണത്തിലുള്ള. ഹരേഹേ പരമദിവ്യോത്തമ പുരുഷനെ സംബന്ധിച്ച. ഇത്രയും വേർഡ്സ് ആണ് അതിൽ ഉള്ളത്. അതിന്റെ വിവർത്തനം കൂടി വായിക്കാം. കലിയുഗം നേരത്തെ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് നല്ലവണ്ണം മനസ്സിലാക്കിയ നാം ഇവിടെ ഈ പുണ്യസ്ഥലത്ത് സമ്മേളിച്ചിരിക്കുന്നത് ഭഗവാന്റെ അതിനിര സന്ദേശം സവിസ്തരം ശ്രവിക്കുവാനും അപ്രകാരമുള്ള യജ്ഞനിർവഹണത്തിനും ആകുന്നു. ഭാവാർത്ഥം. ട്രാൻസ്ലേഷൻ പർപ്പോട്ട് സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി കി ജയ്. സത്യയുഗമെന്ന സുവർണയുഗത്തിലോ ത്രേതായുഗമെന്ന രജതയുഗത്തിലോ ദ്വാപരയുഗമെന്ന താമ്രയുഗത്തിലോ എന്ന പോലെ ആത്മസാക്ഷാത്കാരത്തിന് ഉചിതമല്ല ഈ കലിയുഗം. 100,000 വർഷം ആയുസുള്ളവരായ സത്യയുഗത്തിലെ ജനങ്ങൾ സുദീർഘ തപസ്സനുഷ്ഠിക്കുവാൻ തക്ക പ്രാപ്തിയുള്ളവരായിരുന്നു. ത്രേതായുഗത്തിൽ ആയുസ് 10,000 സംവത്സരങ്ങളാകയാൽ മഹായജ്ഞങ്ങളാൽ ആത്മസാക്ഷാത്കാരം പ്രാപ്തമാക്കപ്പെട്ടു. ദ്വാപരയുഗത്തിൽ മനുഷ്യായുസ് 1000 സംവത്സരങ്ങളാകയാൽ ഭഗവത് ആരാധനയിലൂടെ ആത്മസാക്ഷാത്കാര പ്രാപ്തി സാധ്യമായി. എന്നാൽ കലിയുഗത്തിൽ മാനവായുസ് അനിശ്ചിതങ്ങളായ ദുരിതങ്ങൾ നിറഞ്ഞ നാമമാത്രമായ 100 സംവത്സരങ്ങളാകയാൽ ആത്മസാക്ഷാത്കാര പ്രാപ്തിക്ക് നിർദ്ദിഷ്ടമായ പ്രക്രിയ ദിവ്യമായ ഭഗവത് നാമ രൂപ ലീല മാഹാത്മ്യ ശ്രവണ കീർത്തനം. ഭഗവത് നാമ രൂപ ലീല മാഹാത്മ്യ ശ്രവണ കീർത്തനമാകുന്നു. നൈമിശാരണ്യത്തിലെ ഋഷിശ്രേഷ്ഠന്മാർ ഭഗവത് ഭക്തർക്കായി സവിശേഷമായി നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്തെ ഈ പ്രക്രിയ ആരംഭിച്ചു. 1000 സംവത്സരം ഭഗവത് ലീല ശ്രവണത്തിനായി അവർ സ്വയം തയ്യാറായി. ഈ ഋഷിശ്രേഷ്ഠന്മാരെ ദൃഷ്ടാന്തമാക്കിയുള്ള നിരന്തര ഭാഗവത ശ്രവണ പാരായണം മാത്രമാണ് ആത്മസാക്ഷാത്കാരത്തിനുള്ള ഏക മാർഗമെന്ന് മനസ്സിലാക്കണം. അനുഭവവേദ്യമായ യാതൊരു ഫലവും സ്ഫുടമായി നൽകാത്തതിനാൽ മറ്റെല്ലാ പ്രയത്നങ്ങളും വെറും സമയം പാഴാക്കലാണെന്ന് നാം മനസ്സിലാക്കണം. ഈ ഭാഗവത ധർമ്മ സമ്പ്രദായത്തെക്കുറിച്ച് ശ്രീ ചൈതന്യ മഹാപ്രഭു പ്രഭാഷണം നടത്തി എന്നു മാത്രമല്ല, ഭാരതത്തിൽ ജന്മമെടുത്തവരെല്ലാം ശ്രീകൃഷ്ണന്റെ സന്ദേശ പ്രചാരണം, പ്രത്യേകിച്ചും ഭഗവത്ഗീത സന്ദേശ പ്രചാരണമെന്ന് ദൗത്യം ഏറ്റെടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഭഗവത്ഗീത അധ്യയനങ്ങളിൽ അടിയുറച്ച ശേഷം ഉന്നത ആത്മസാക്ഷാത്കാര ജ്ഞാനത്തിനായി ശ്രീമദ് ഭാഗവത അധ്യയനം ആരംഭിക്കാവുന്നതാണ്. ഹരേ കൃഷ്ണ. ഇവിടെ ഇതിന്റെ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ഇതിന്റെ വിവർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, കലിയുഗം നേരത്തെ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് നല്ലവണ്ണം മനസ്സിലാക്കിയ നാം ഇവിടെ ഈ പുണ്യസ്ഥലത്ത് സമ്മേളിച്ചിരിക്കുന്നത് ഭഗവാന്റെ അതീന്ദ്രിയ സന്ദേശം സവിസ്തരം ശ്രവിക്കുവാനും അപ്രകാരമുള്ള യജ്ഞ നിർവഹണത്തിനുമാകും. ഇവിടെ കൂടിയിരിക്കുന്നു. അപ്പൊ നാം എന്ന് പറയുന്നത് അതാരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ആരെങ്കിലും ഒന്ന് പറയാമോ? നാം ഇവിടെ കൂടിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. ശൗനകാദി ഋഷികൾ. ശൗനകാദി മഹർഷികളും സൂത ഗോസ്വാമി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ എവിടെയാണ് കൂടിയിരിക്കുന്നത്? നൈമിശാരണ്യത്തിൽ, അല്ലെ? അപ്പം ആ നൈമിശാരണ്യത്തിൽ ഇവിടെ കൂടിയിരിക്കുന്നു. അവർക്ക് ഭഗവത് സന്ദേശങ്ങളെ കുറിച്ച് എന്ന് വെച്ചാൽ ശ്രീമദ് ഭാഗവതം മാത്രമല്ല, പുരാണങ്ങളെല്ലാം അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. അങ്ങനെ ഈ ശ്രീമദ് ഭാഗവത്തെ കുറിച്ച് ഇപ്പോൾ മനസ്സിലാക്കാനാണ് അവര് പോകുന്നത്. അപ്പൊ നമ്മള് നേരത്തെ ഒരു ശ്ലോകം പഠിച്ചു. നൈമിഷേ നിമിഷ ക്ഷേത്രേ ഋഷയാ ശൗനകാദയ സത്രം സർഗായ ലോകായ സഹസ്ര സമമാസത എന്ന് പഠിച്ചു, അല്ലെ? അപ്പൊ അവിടെ നൈമിശാരണ്യത്തിൽ അവിടെ കൂടിയിരിക്കുന്നത്
എന്നുവെച്ചാൽ 1000 സംവത്സരം എന്ത് ചെയ്യാനാണ്? ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് ചെയ്യേണ്ടത്? കലിയുഗം വന്നെത്തിക്കഴിഞ്ഞു. ഈ കലിയുഗത്തിൽ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിൽ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാനും അവർക്കുണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയാനും ആചാര്യന്മാർക്ക് കഴിയുമായിരുന്നു. അങ്ങനെ ആചാര്യന്മാര് ഈ കഷ്ടതകളിൽ നിന്ന് ജനങ്ങൾക്ക് ഏത് രീതിയിലാണ് ഒരു മോചനം നേടിക്കൊടുക്കാൻ കഴിയുക എന്നവർ ചിന്തിക്കുകയും അങ്ങനെ അവിടെ ഒരു യജ്ഞം നടത്തിയ ആൾക്കാരെ അവരെ ഏത് രീതിയിൽ മുന്നോട്ട് ആത്മീയതയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിനുമായിരുന്നു. അങ്ങനെ അവിടെ ഈ നൈമിശാരണ്യത്തിൽ നടത്തുന്ന യജ്ഞങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്തെന്നാൽ അവിടെ ഉണ്ടായിരുന്ന, നമുക്ക് നേരത്തെ പഠിച്ചില്ല എങ്കിലും ഞാൻ പറയാം, നൈമിശാരണ്യത്തിന് ചുറ്റും രാക്ഷസരുടെ ശക്തി വളരെ കൂടുതലായിട്ട്. യഥാർത്ഥത്തിൽ ബലരാമനാണ് കുറച്ച് രാക്ഷസന്മാരുടെ ശക്തി ക്ഷയിപ്പിച്ചു കൊടുത്തത് അവിടെ. അപ്പൊ ഇങ്ങനെ അത് വേറൊരു കഥയാണ്. അപ്പൊ ആ ഒരു രാക്ഷസ ശക്തി വളരെ കൂടുതലായതുകൊണ്ട് ഈ നൈമിശാരണ്യത്തിൽ യജ്ഞങ്ങൾ നടത്തിയാൽ മാത്രമേ അപ്പം രാക്ഷസരുടെ ശക്തി ദുർബലമാക്കി തീർക്കാൻ കഴിയുകയുള്ളൂ എന്ന് വരാഹപുരാണത്തിൽ പറയുന്നുണ്ട്. രാക്ഷസ ശക്തിയെ കുറയ്ക്കുന്നതിന് ഈ യജ്ഞങ്ങൾ നല്ലതാണ് പറയുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ ശ്ലോകം കണ്ടു. ഇവിടെ എന്താണ്? എല്ലാവരും കൂടി തയേകഥാതു മുനയാ പ്രാതർഹുതാഹുതാഗ്നയാ സത്കൃതം സൂതമാസീനം പപ്രചുരിതമാതരാത്. അപ്പൊ അവിടെ കൂടിയിട്ട് എന്ത് ചെയ്ത്? എല്ലാവരും കൂടി അവിടെ കൂടി യജ്ഞം നടത്താനുള്ള ഒരു ദിവസം അവരെല്ലാം നിശ്ചയിക്കപ്പെട്ടു. അങ്ങനെ യാഗാഗ്നി ജ്വലിപ്പിച്ചു, പ്രഭാത കർമ്മങ്ങളെല്ലാം നിർവഹിച്ചു. അതിനുശേഷം സൂതഗോസ്വാമിക്ക് ബഹുമാന്യമായ ഇരിപ്പിടം നൽകുകയും ചെയ്തു. അങ്ങനെ ഭാഗവത ശ്രോതാക്കൾ ഭാഗവത പ്രബോധകനോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങി. അതാണ് നമ്മളെ കേട്ട ക്വസ്റ്റ്യൻ. അപ്പൊ ആകെ ചോദ്യങ്ങളാണ് ചോദിക്കുക. അങ്ങനെ നമ്മൾ ചോദ്യം ചോദിക്കാൻ, അപ്പൊ എപ്പോഴും എന്തിനാണ് ഭാഗവത ശ്രോതാവിനോട് ഭാഗവത പ്രബോധകൻ ചോദിക്കുന്നതേയും ചോദിച്ചാൽ ഒരു വെല്ലുവിളിക്കല്ല, പിന്നെ എന്തിനാണ്? സുവ്യക്തമായ വ്യാഖ്യാനങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് ഈ ചോദ്യം ചോദിക്കാൻ അവരെ ആരംഭിച്ചത്. അപ്പൊ അവിടെ നടക്കുന്നത് എന്താണ്? ഭഗവാന്റെ നെയിം, ഫെയിം, ക്വാളിറ്റീസ്, പാസ്റ്റേൺസ് ഇതെല്ലാം അവിടെ ഇരുന്ന് അവർ ചർച്ച ചെയ്യണം. ഭഗവാനെ അങ്ങനെ എന്തിനാണ് ചർച്ച ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിനെ ആ ഭഗവത് രൂപത്തിലേക്ക് അല്ലെങ്കിൽ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവരെ കഴിയുന്നത്. അപ്പം ഇത് എല്ലാവിധ കാർമ്മികമായ സിറ്റുവേഷൻസിനെ കുറയ്ക്കുന്നതിന് കാരണമാകും. നമുക്കെപ്പോഴും എന്താണ്? കർമ്മം ചെയ്യുക. അപ്പൊ നമ്മളെപ്പോഴും കർമ്മയോഗത്തിലാണ് കൂടുതൽ ആൾക്കാരും വിശ്വസിക്കുന്നത്. കർമ്മികളാണ് അല്ലെങ്കിൽ കർമ്മയോഗികളാണ്. അങ്ങേയറ്റം വന്നാൽ കർമ്മയോഗത്തിനാണ് പ്രാധാന്യം കൊടുക്കുക. അപ്പൊ ആ ഒരു രീതിയിൽ നിന്ന് അപ്പൊ കാർമ്മികമായ സിറ്റുവേഷൻസ് അറ്റ്ലീസ്റ്റ് അതിനെ ഭഗവത് സേവനത്തിനായി സമർപ്പിക്കാനുള്ള ഒരു ഭാവന നമുക്ക് ഒരു കഴിവ് നമുക്ക് ലഭിക്കുക. അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുക, അദ്ദേഹത്തിന്റെ ലീലകളെ സ്മരിക്കുക, അദ്ദേഹത്തിന്റെ ഗുണവിശേഷങ്ങളെ സ്മരിക്കുക, അതുപോലെ അദ്ദേഹത്തിന്റെ പേരും പ്രശസ്തിയും എല്ലാം പറയുക. അങ്ങനെ ഫുൾ ഓപ്പല എല്ലാ കാര്യങ്ങളും അവിടെ ഇരുന്നുകൊണ്ട് സംസാരിക്കാനാണ് അവര് ശ്രമിച്ചത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ്, അല്ലാതെ വെറും ഒരു കേട്ടുകൊണ്ട് ഇരിക്കുകയല്ല. ക്ലാസ്സിൽ എന്താണ് കുട്ടികൾ, ടീച്ചേഴ്സ് പറയുന്ന കുട്ടികൾ കേൾക്കുന്ന അതുപോലെ അല്ല. കാരണം എന്താണ്? ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്ന ഒരു മനോഭാവമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഭക്തി നമുക്ക് ലഭിക്കാനുള്ള ഒരു മാർഗം. നമുക്ക് ഭക്തി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കാര്യങ്ങൾ യഥാർത്ഥമായി ഗ്രഹിക്കണം. നമ്മുടെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അത് വെച്ചുകൊണ്ട് നമ്മൾ എല്ലാത്തിനെയും വാല്യൂ ചെയ്യും. പക്ഷെ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള അറിവുള്ളവരിൽ നിന്ന് നമ്മുടെ അഭിപ്രായം കൊടുത്താൽ ശരി, അത് കറക്റ്റ് ചെയ്ത് തന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഈ കാലഘട്ടത്തെ കുറിച്ച് പറയാൻ അവർ തുടങ്ങുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം 4 യുഗങ്ങളുണ്ട്. സത്യയുഗത്തിന്റെ പ്രാധാന്യം എന്താണ്? സത്യയുഗത്തിലെ എന്താണ് ഏറ്റവും കൂടുതൽ? സത്യയുഗത്തിൽ എന്താണ്? വർഷം കൂടുതലാണ് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? മെഡിറ്റേഷനുള്ള സമയം അവർക്ക് ഉണ്ട്. അതുകൊണ്ട് സത്യയുഗത്തിൽ ധ്യാനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കാൻ കഴിയുമായിരുന്നു. അതുപോലെ അതിനങ്ങോട്ട് വരുമ്പോഴേ സത്യയുഗം കഴിഞ്ഞാൽ പിന്നെ ഏത് യുഗമാണോ വരുന്നത്, അപ്പൊ ആ യുഗത്തിൽ എന്താണ്? സത്യയുഗം കഴിഞ്ഞു, പിന്നെ എന്തായി?
ത്രേതായുഗം വന്നു. ആ ത്രേതായുഗത്തിലാണെങ്കിൽ കൂടുതൽ സമയമുള്ളത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു? യജ്ഞങ്ങളൊക്കെ നടത്താൻ കഴിയുമായിരുന്നു. പിന്നീട് ദ്വാപരയുഗം വന്നു. അവിടെയും വർഷങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. എന്നാലും ഭഗവത് ആരാധന, ക്ഷേത്ര ആരാധനയ്ക്ക് അവിടെ പ്രാധാന്യം കൊടുത്തു. പിന്നെ കലിയുഗമായപ്പോഴത്തേക്ക് ഇതിനൊന്നും സമയമില്ല. അറ്റ്ലീസ്റ്റ് 100 വർഷം പോലും സാധാരണ മനുഷ്യർക്ക് കിട്ടുന്നില്ല. പിന്നെ അവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് യാതൊരു ബോധ്യവും ഉണ്ടായില്ല. കർമ്മം ചെയ്യുക, നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തരും ഈശ്വരനല്ലോ, ആ രീതിയിൽ അങ്ങോട്ട് ചിന്തിക്കാൻ തുടങ്ങി. അതും ആര് മാത്രമാണ്? കുറച്ച് അറിവുള്ളവർ. അല്ലാത്തവര് എന്റെ ഇഷ്ടം പോലെ ജീവിക്കുക, അതായി അവിടുത്തെ വരുന്നത്. അപ്പൊ നമുക്ക് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് റിലീജിയൻ ഉണ്ട്. 4 യുഗത്തിനും 4 ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് റിലീജിയൻ ഉണ്ട്. അപ്പം സത്യയുഗത്തിന് അത് ഓസ്റ്റെരിറ്റിയാണ്. അത് കഴിഞ്ഞിട്ട് ത്രേതായുഗത്തിനത് ക്ലെൻലിനെസ് ആണ്. പിന്നെ ദ്വാപരയുഗം വന്നപ്പോഴത്തേക്ക് അത് മേഴ്സിക്കരുണയായി. അതുപോലെ ആ 4 കാലുകളാണ് എന്തൊക്കെ? ഓസ്റ്റെരിറ്റി, ക്ലെൻലിനെസ്, മേഴ്സി, ട്രൂത്ത്ഫുൾനെസ്. അപ്പൊ ഈ സത്യയുഗത്തിൽ അല്പമെങ്കിലും ഉണ്ടെന്ന് പറയാൻ, അല്പം, അത് ശരിയാണെന്ന് പറയാൻ പറ്റില്ല, ഉണ്ടെന്ന് പറയാൻ കഴിയുന്നത് ആ ട്രൂത്ത്ഫുൾനെസ് മാത്രമാണ് ചിലർക്കെങ്കിലും. ബാക്കി 3ന്റെയും കാലൊടിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ ഓസ്റ്റെരിറ്റി എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായി അർത്ഥമാക്കുന്നത് ഇൻടോക്സിക്കേഷൻ, ബഹളം, ആ ഇൻടോക്സിക്കേഷൻ ഇല്ലാതെ ഇരിക്കുക. അതാണ് ഓസ്റ്റെരിറ്റി കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അവരെപ്പോഴും എന്തിലായിരിക്കും? ധ്യാനം ചെയ്യുന്നതിലും ഒക്കെ ആയിരിക്കും അവർ. പിന്നെ അടുത്തത് ക്ലെൻലിനെസ് എന്ന് പറഞ്ഞത് സമൂഹത്തിൽ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കി വെക്കാൻ വേണ്ടിയിട്ട് നോ ഇല്ലിസിറ്റ് സെക്സ്, അതാണ് അത് അവിടെ ക്ലെൻലിനെസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് മേഴ്സി അല്ലെങ്കിൽ കൈൻഡ്നെസ്. അപ്പൊ അവിടെ പ്രത്യേകമായിട്ട് പറയുന്നത് നമ്മള് എന്താണ്? മാംസാഹാരം കഴിക്കാതിരിക്കുക, നോ മീറ്റ് ഈറ്റിംഗ്. ഇനി ട്രൂത്ത്ഫുൾനെസ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഗ്യാംബ്ലിങ് കുറയ്ക്കുക, മനുഷ്യർ തമ്മിലുള്ള ആ ഗ്യാംബ്ലിങ് ഇല്ലാതെയാക്കുക എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ തപസ്, ശൗചം, ദയ, സത്യം, ഇതെല്ലാം ഇത് 4മാണ് എന്ത്? യുഗങ്ങളുടെ പ്രത്യേകത. അപ്പൊ യുഗങ്ങളുടെ പ്രിൻസിപ്പിൾസ് ഓഫ് റിലീജിയൻ എന്ന് പറയും. അതാണ് ഇത് 4. അപ്പൊ ഇതിലെ കലിയുഗമായപ്പോഴത്തേക്ക് 3 കാലും ഒടിഞ്ഞു കഴിഞ്ഞു. പിന്നെ ആകെപ്പാടെ 1 കാല് മാത്രമാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പം യുഗത്തിന്റെ തരംതാണലിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം സത്യയുഗത്തിൽ 1,00,000 വർഷം ഉണ്ടായിരുന്നു. അവിടുത്തെ അവസാന പ്രധാനമായിട്ടുള്ളത്. ത്രേതായുഗത്തിൽ 10,000 വർഷമേ ഉള്ളൂ. യജ്ഞമാണിരുന്നു പ്രധാനമായിട്ടുള്ളത്, പ്രിൻസിപ്പിൾസ് ഓഫ് റിലീജിയൻ. ദ്വാപരയുഗത്തിൽ 1000 വർഷം ഉണ്ടായിരുന്നു. അവിടെ ഭഗവത് ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പൊ കലിയുഗമായപ്പോഴത്തേക്ക് എന്താണ്? 100ൽ താഴെയായി എന്ന് പറയുന്നു. അപ്പം 100 പോലും ഇപ്പം നമ്മുടെ കണക്കനുസരിച്ച് 100 പോലും ഇല്ല എന്നാണ് നമ്മൾ പേപ്പറിൽ നിന്നും മറ്റും അറിയാൻ കഴിയുന്നത്. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഭഗവാൻ ഇത്രയും യുഗങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഈ ശ്ലോകത്തിൽ പറയുന്ന അനുസരിച്ച് ഭഗവാന്റെ നെയിം, ഫെയിം, ക്വാളിറ്റീസ് ഇതെല്ലാം ചർച്ച ചെയ്യാനായിട്ട് അവരെല്ലാം ഇവിടെ കൂടിയിരുന്നു. അപ്പം ഭഗവാൻ ആരാണ് എന്നുള്ളത് ആദ്യമേ ചർച്ച ചെയ്തെടുക്കണം. ആർക്കും കോൺകർ ചെയ്യാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് ഭഗവാൻ. ഭഗവാൻ എന്ന് പറയുന്നത് ആരാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. ഭഗവാന്റെ ഷഡൈശ്വര്യങ്ങളെ കുറിച്ചും ആരാണ് പരാശര മഹർഷി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ നമ്മളത് ചർച്ച ചെയ്ത് കഴിഞ്ഞു. അത് 6ഉം ഫുൾ ഓപ്പുലൻസസ് പൂർണ്ണമായിട്ടുള്ള വ്യക്തിയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ എന്ന് പറയുന്നത് തന്നെ എന്ന് പറഞ്ഞിരുന്നു നമ്മൾ. അപ്പം കൃഷ്ണന്റെ കയ്യിൽ, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ തന്നെ ഈ 6 ഐശ്വര്യങ്ങളും നിറഞ്ഞിരിക്കുന്ന ഒരു ആളാണ് ആരെ? ഭഗവാൻ കൃഷ്ണൻ. പിന്നെ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ 64 ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഭഗവാന് മാത്രമുള്ള 4 ഗുണങ്ങളുണ്ട് എന്നും പറഞ്ഞിരുന്നു നമ്മൾ, അല്ലേ? ആർക്കെങ്കിലും ഒന്ന് പറയാമോ ഭഗവാന് മാത്രമായിട്ടുള്ള 4 ഗുണങ്ങൾ എന്തൊക്കെയാണ്? ബാക്കി വിഷ്ണുവിന് 60 ഉണ്ട്, ഭഗവാന് 4 ഉള്ളൂ എന്ന് പറഞ്ഞു. എന്ത് ഗുണങ്ങളൊക്കെയാണത്? മാധുരിമ, എന്തൊക്കെ മാധുരിമയാണെന്നോ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മുരളി അല്ലേ മാജി? മുരളി വേണുമാധുരി. ആർക്കും ഇല്ലെങ്കിൽ പറയാം. രൂപമാധുരി. രൂപമാധുരി, വേണുമാധുരി, രൂപമാധുരി, ലീലാമാധുരി, പ്രേമമാധുരി. ഇത് 4 ഭഗവാനിൽ മാത്രമാണ് കാണുന്നത്.
ബാക്കി വിഷ്ണുവിൽ 60 എണ്ണമേ ഉള്ളൂ. ഇത് 4 അവിടെ പ്രദർശിപ്പിക്കുന്നില്ല, ഭഗവാൻ അവിടെ പ്രദർശിപ്പിക്കുന്നില്ല. വിഷ്ണു എന്ന് പറയുമ്പോഴത്തേക്ക് സൃഷ്ടിയിലേക്കായല്ലോ, ആ വിഷ്ണുവിന്റെ ഉദ്ദേശം സൃഷ്ടിയിലേക്കായതുകൊണ്ട് അതവിടെ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഭഗവാൻ അജിതനാണെന്ന് പറഞ്ഞു, എല്ലാ ഓപ്പുലൻസസും പൂർണ്ണമായിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ഈ കലിയുഗത്തിന്റെ കാര്യമാണ് നമുക്കിവിടെ പറയേണ്ടത്. പറയുന്നുണ്ട്, കലേർദോഷ നിധേരാജൻ അസ്തി ഏക മഹാൻ ഗുണഃ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേത്. അപ്പൊ സിംപ്ലസ്റ്റ് പ്രോസസ് ആണെന്ന് നമുക്ക് തോന്നും അല്ലെ? ആരാണോ ഭഗവാന്റെ കീർത്തനം, ലീലകൾ തുടങ്ങിയവ ആവേശത്തോടെ കീർത്തനം ചെയ്യുന്നത്, അവൻ മുക്തനായി തീരുന്നു. കലേർദോഷ നിധേരാജൻ രാജൻ, ഇവിടെ ഒരു കലേർദോഷ നിധേരാജൻ അസ്തിക, എല്ലാം ദോഷങ്ങളെ ഇവിടെ ഉള്ളൂ. പക്ഷേ അസ്തിഹി ഏക മഹാൻ ഗുണഃ, ഒരു മഹാൻ ഗുണമുണ്ട്. ആ ഗുണം എന്താണ്? കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജ. കീർത്തനം കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മുക്തനായി മാറാൻ കഴിയും. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരിംപദം അല്ലേ? അപ്പം ആ ഒരു ഗുണം നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഭഗവാനോട് ആത്യന്തിക പ്രേമത്തോടുകൂടി ഭഗവാനെ വിളിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ ബാക്കി ഗുണങ്ങളെല്ലാം മാറിക്കോട്ടെ, നമുക്കൊന്നും വേണ്ട, ഇത് മാത്രം നമുക്ക് മതി എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പം അവിടെ കൃഷ്ണന്റെ ലീലകൾ ചർച്ച ചെയ്യുന്നിടത്ത് യാതൊരു നമ്മുടെ മനസ്സിൽ പോലും പരിശുദ്ധമല്ലാത്തതൊന്നും വരാൻ പാടില്ല. അപ്പൊ അവിടെ യാതൊരു ഡിസഗ്രിമെന്റും ഉണ്ടാകത്തില്ല. അത് അങ്ങനെയല്ല, കൃഷ്ണൻ അങ്ങനെയല്ല, കൃഷ്ണൻ ഇങ്ങനെയല്ല എന്ന് പറയാൻ നമ്മൾ തയ്യാറാവുകയില്ല. അവിടെ ഒരു വഴക്കൊന്നും ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് കൃഷ്ണലീലയുടെ പ്രത്യേകത. കേട്ട് നമ്മൾ ഇരുന്നു പോകും. പുനരാമോക്ഷമാണെങ്കിലും രണാവർത്തന്റെ മോക്ഷം ആണെങ്കിലും എന്ത് തന്നെ ആകട്ടെ, അത് കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെ ചോദ്യം ചെയ്യാനായിട്ട് പോകുകയില്ല. അത് കേൾക്കും തോറും എത്ര കേട്ടാലും ശരി, അതെല്ലാം കേൾക്കുന്നതിനനുസരിച്ച് സന്തോഷം വന്നുകൊണ്ടേ ഇരിക്കുമെന്നുള്ളതാണ്. അപ്പം ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അനന്യാസ് ചിന്തയന്തോ മാം യേജനാഹ പര്യുപാസതേ ഒരു ദേശാം നിത്യാഭിയുക്താന യോഗക്ഷേമം മഹാമ്യഹം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഏത് രീതിയിലായാലും ഭഗവാന്റെ മറ്റൊരു ചിന്തയും കൂടാതെ ഭഗവാനെ തന്നെ ഓർത്തുകൊണ്ട് ഭഗവാനെ ഭജിക്കുന്നവർക്ക് തീർച്ചയായും അവന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം, മറ്റൊന്നും ആരും അറിയണ്ട എന്നുള്ള രീതിയിലാണ് ഭഗവാൻ അവസാനം പറഞ്ഞതുപോലെ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് പറഞ്ഞു. പക്ഷെ അതിനേക്കാളും ഇതായിട്ട് എളുപ്പമായിട്ട് പറഞ്ഞിരിക്കുന്നു, അനന്യാസ് ചിന്തയന്തോ മാം ജിതനാഹ. ആരാണോ മറ്റു ചിന്തയില്ലാതെ എന്നെ കുറിച്ച് മാത്രം ചിന്തിക്കാൻ കഴിയുന്നത്, അവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അപ്പം ഭഗവൻ നമ്മൾ പറയും എല്ലാം വിധിയാണ്. അപ്പൊ ആ ഡെസ്റ്റിനിക്ക് അപ്പുറത്തുള്ളതാണ് ഭഗവത് ഇച്ഛ എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതാണ്. അപ്പൊ റെഗുലർ ആയിട്ട് നമ്മൾ ഭഗവാന്റെ ലീലകളെ കുറിച്ചും ഭഗവാന്റെ നാമവും ഭഗവാന്റെ എല്ലാ കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുന്നു. അവിടെ ഭഗവാൻ നമ്മുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും എന്ന് പറയും. ആ നാമസങ്കീർത്തനം അങ്ങനെ വളരെ ഇതായി ചെയ്തു കൊള്ളണം. ശ്രീല പ്രഭുപാദർ ഒരു ദിവസം അമേരിക്കയിൽ വെച്ചൊരു ഒരു ഡിവോട്ടി ചോദിക്കുന്നു, ഡിവോട്ടി അല്ല, അടുത്ത് സംസാരിക്കാൻ വന്ന ഒരാൾ ചോദിച്ചു, ഈ 70 വയസ്സ് കഴിഞ്ഞ അങ്ങ് എങ്ങനെയാണ് ഇങ്ങനൊക്കെ നടക്കുന്നു, ഓടുന്നു, ചാടുന്നു, പ്രസാദം ഉണ്ടാക്കുന്നു, എന്തെല്ലാം കളിക്കുന്നു, ലീലകൾ ആടുന്നു, എന്തെല്ലാം ചെയ്യുന്നു, അങ്ങേക്ക് എങ്ങനെയാണ് ഈ വയസ്സിൽ ഇതൊക്കെ സാധിക്കുന്നത്? അങ്ങേക്ക് ഇതിനൊക്കെ എങ്ങനെ കഴിയുന്നു എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എളുപ്പം ശ്രീല പ്രഭുപാദർ തന്റെ ബീഡ് ബാഗ് പൊക്കി കാണിച്ചിട്ട് പറഞ്ഞു, നോക്കൂ, ഈ ബീഡ് ബാഗാണ് എന്നെ നടത്തുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ നാമജപം വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കലിയുഗമായാലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പം സത്യയുഗം എന്നത് സുവർണയുഗമാണെന്ന് പറഞ്ഞു, ത്രേതായുഗം എന്ന് പറയുന്നത് രജതയുഗമാണെന്ന് പറഞ്ഞു, സിൽവർ ഏജ് ആണെന്ന് പറഞ്ഞു, ദ്വാപരയുഗം എന്ന് പറയുന്നത് താമ്രയുഗം അല്ലെങ്കിൽ കോപ്പർ ഏജ് ആണെന്ന് പറയുകയും ചെയ്തു നമ്മളില്ലേ. അപ്പൊ കലി എന്ന് പറയുമ്പോഴത്തെ കലിയുഗത്തിന്റെ പ്രത്യേകതയാണ് പറഞ്ഞത്. ഇതിനൊന്നുമുള്ള സമയമില്ല. അയൺ ഏജ് ആണ് കലിയുഗം. ഈ കലിയുഗത്തിൽ മറ്റൊരു കാര്യത്തിനും പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് സമയമില്ല എന്നുള്ളതാണ് നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം. അത് നമ്മൾ ചിന്തിക്കണം. അതിന് മാത്രമേ നമുക്ക് സമയമുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ ഒരു കലിയുഗത്തിൽ
നേരത്തെ പറഞ്ഞു പ്രായേണ അല്പായുഷസഭ്യ കലാവസ്മിൻ യുഗേ മന്ദാ സുമന്ദമതയോ മന്ദഭാഗ്യാഹി ഉപദ്രുത എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതുകൊണ്ട് കലിയുഗത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ചിന്തിക്കാനൊന്നുമില്ല. നമ്മൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നാമജപം തന്നെ നമ്മുടെ ധർമ്മമായി കൊണ്ടു നടക്കണം. അത് മനസ്സിന്റെ പരിശുദ്ധിയോടുകൂടി ചെയ്യാൻ നമ്മളെ തയ്യാറാവുകയും ചെയ്യണമെന്നുള്ളതാണ്. അപ്പം ഭഗവത് ഭക്തരെപ്പോഴും ഒരു ജനറൽ പബ്ലിക്കിന് വേണ്ടി നിലകൊള്ളും. അവര് പറഞ്ഞു തരുന്നതെല്ലാം നമ്മൾ വളരെ അധികം ശ്രദ്ധയോടുകൂടി കേൾക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ രീതിയിൽ മുന്നോട്ട് പുരോഗതി പ്രാപിച്ചു പോകാൻ കഴിയും. കലിയുഗം എന്ന് പറയുന്നത് ഓവർ ഈറ്റിംഗ് ആണ്, ഓവർ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ട്, ഓവറായിട്ടുള്ള ആ എക്സ്പീരിയൻസസ് പലതിലുമുണ്ട്. അതുപോലെ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ എപ്പോഴും ഒരു എൻവിയുള്ളവരായിരിക്കും കലിയുഗത്തിലുള്ള ആൾക്കാര്. അതുപോലെ ഡ്യൂറേഷൻ ഓഫ് ലൈഫ് വളരെ ഷോർട്ടൻഡ് ആണ്, വളരെ കുറച്ച് മാത്രമേ ഡ്യൂറേഷൻ ഓഫ് ലൈഫ് ഉള്ളൂ എന്ന് നമുക്ക് അറിയാം. പീപ്പിൾ ലേസി ആയിത്തീരും. ഭാഗവതം പറയുന്നതാണ് ഇതെല്ലാം. പീപ്പിൾ വളരെ വളരെ ലേസി ആയിത്തീരും. സെൽഫ് റിയലൈസേഷന്റെ കാര്യത്തിലായാലും ശരി, അതുപോലെ ഭൗതികതയിലാണെങ്കിൽ പോലും അവർ ലേസിയായി മാറാൻ കാരണമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ആൾക്കാർ എന്ത് ചെയ്യാൻ മടിയില്ലാത്തവരായി തീരും. ഹതഭാഗ്യരാണ്, ദുർമതികളാണ്, അതുപോലെ അല്പബുദ്ധികളുമാണ്. ധർമ്മം, സത്യസന്ധത, ശുചിത്വം, സഹിഷ്ണുത, കാരുണ്യം, ജീവിത ദൈർഘ്യം, ശാരീരിക ശക്തി, ഓർമ്മ, ഇതെല്ലാം ക്ഷയിച്ച് വരും. കുറേശ്ശെയായി ഭാഗവത് ഇതെല്ലാം എടുത്തു പറയുന്നുണ്ട്. നമ്മളിതെല്ലാം പഠിക്കും. ഭാഗവതത്തിൽ ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. സമ്പത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ശ്രേഷ്ഠത നിശ്ചയിക്കുകയെന്നും ഉയർന്നവനോ താഴ്ന്നവനോ എന്നത് ഒരു ധനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിശ്ചയിക്കുക. അല്ലാതെ അവന്റെ അറിവിനെയോ അവന്റെ മറ്റൊന്നും നോക്കില്ല. ഇതിലെല്ലാം ഉയർന്നു നിൽക്കും. അപ്പം ഇതിനൊന്നും ധർമ്മത്തിനോ സത്യസന്ധതയ്ക്കോ ശുചിത്വത്തിനോ സഹിഷ്ണുതയ്ക്കോ ഒന്നും യാതൊരു പ്രാധാന്യവും അവിടെയില്ല. സമ്പത്തിന് മാത്രമായിരിക്കും പ്രാധാന്യം. അതിന് മാത്രം ശ്രേഷ്ഠത കൊടുക്കും. പിന്നീട് വ്യാപാരം എടുക്കുമ്പോൾ വ്യാപാരികൾക്കാണെങ്കിൽ അവർക്ക് വിജയം വേണമെങ്കിൽ വഞ്ചന തന്നെയാണ് അവിടെ പ്രാധാന്യമായിട്ട് കൊടുക്കുക. വഞ്ചനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. പിന്നെ ധനമില്ലാത്തവനെ അവിശുദ്ധനായി കണക്കാക്കുകയും ചെയ്യും. ഇപ്പം നമ്മൾക്ക് അത്രയും ആയിട്ടില്ല. ഇനിയും കുറച്ചുകൂടെ അങ്ങോട്ട് കലിയുഗം പോവുകയാണല്ലോ. കലിയുഗത്തിന്റെ ആരംഭത്തിലല്ലേ നമ്മൾ നിൽക്കുന്ന. 5000 വർഷങ്ങളല്ലേ കടന്നുപോയിട്ടുള്ളൂ. ഇതിനെയും വളരെ വളരെ താഴ്ന്നു പോകും എന്നുള്ളതാണ് കലിയുഗത്തിന്റെ അവസാനത്തിൽ എത്തുമ്പോഴേക്കും. അപ്പം വഞ്ചനയ്ക്ക് പ്രാധാന്യം കൊടുക്കും. പിന്നെ അതുപോലെ വിവാഹമൊക്കെ വെറും വാക്കുടമ്പടി മാത്രമാകും. ഇന്നത്തെ പോലെ ഉള്ള വിവാഹ കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. അതുപോലെ ആൾക്കാരുടെ ആയുസ്സും വളരെ വളരെ കുറഞ്ഞു വരും. ലാസ്റ്റിൽ എത്തുമ്പോഴത്തേക്ക് വെറും 20 വർഷമായി മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കാപട്യം ആയിരിക്കും അവരുടെ സദ്ഗുണം. അതിനുള്ള കഴിവ് അവർക്കുണ്ടാകണം. പിന്നെ സൗന്ദര്യമൊക്കെ നോക്കുന്നത് മുടിയുടെ രീതി അനുസരിച്ചായിരിക്കും. അതുപോലെ ആൾക്കാർ അത്യാഗ്രഹികളാകും, ദയാരഹിതരായിരിക്കും. അതുപോലെ സ്വന്തം പത്നിമാരെ അവർക്ക് നഷ്ടപ്പെടും, സമ്പത്ത് നഷ്ടപ്പെടും, മറ്റുള്ളവർ ഒരുപാട് ഉപദ്രവം ചെയ്യും. ആ സമയത്ത് പൗരന്മാർ പലരും വനത്തിലേക്ക് യാത്രയാകുമെന്നാണ് പറയുന്നത്. വനത്തിലേക്ക് പോകും. അപ്പം തീരെ ശരീരം വളരെ ചെറുതാകും. അതുപോലെ വർണ്ണാശ്രമങ്ങളുടെ ധാർമ്മികത ഒന്നും അവിടെ ഉണ്ടാവുകയില്ല. അപ്പൊ കലിയുഗത്തിന്റെ പ്രത്യേകതയാണ് ഓരോന്നോരോന്നായി ഭാഗവതം പറഞ്ഞു വരുന്നത്. അപ്പം ശരീരം വളരെ ചെറുതാകും, വർണ്ണാശ്രമധർമ്മങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടും, അവർക്ക് അതിനകത്തൊന്നും യാതൊരു ആ തത്വത്തിലൊന്നും ഒരു ഉണ്ടാകില്ല. അതുപോലെ ഒരു തത്വമൊന്നും അവര് പ്രാധാന്യം കൊടുക്കത്തില്ല. വേദമാർഗത്തെ യാതൊരു രീതിയിലും അവർ നല്ലതായി കാണുകയില്ല. അതിനെയൊക്കെ അവർ പോവുകയില്ല. അതെല്ലാം അങ്ങ് വിസ്മരിക്കും. രാജാക്കന്മാര് പോലും മോഷ്ടാക്കളായി മാറും. മോഷണം, കള്ളം, അക്രമം ഇതെല്ലാം ഉണ്ടാകും. അപ്പൊ അങ്ങനെ ഉള്ള ആ കാലഘട്ടത്തിൽ, അത്രമാത്രം അധപ്പതിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു രക്ഷ എന്ന് പറയുന്നത് എന്ത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ആചാര്യന്മാർ പറഞ്ഞു തരികയാണ്. ഈ കലിയുഗം ഇങ്ങനെയാണ്, ഇപ്പോൾ ഇത്രയായിട്ടുള്ളൂ. അവസാനം എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നാമജപമോ പുസ്തകങ്ങളോ വേദമാർഗങ്ങളോ ശ്രീലപ്രഭുപാദരുടെ ബുക്കോ ഒന്നും ഉണ്ടാകില്ല. 10,000 വർഷമാണ് അദ്ദേഹം ഗ്യാരണ്ടി നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കിതെല്ലാം നമുക്ക് തിരിച്ചു പോകാനായിട്ട് അല്ലേ. അപ്പൊ അങ്ങനെ ഇവിടെ ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും, മറ്റ് യുഗങ്ങൾ 6 ഉള്ളവരും എന്ത് ചെയ്യുന്നു? ഇവിടേക്ക് വരാനായി കൊതിക്കുന്നു. ഈ കലിയുഗത്തിൽ ഇവിടെ വരാൻ കൊതിക്കുന്നു, ഭൂമിയിൽ വരാൻ കൊതിക്കുന്നു. എന്തുകൊണ്ട് വരാൻ കൊതിക്കുന്നു എന്ന് ചോദിച്ചാൽ
നമുക്ക് ഇവിടെ വന്ന് ഭഗവത് നാമസങ്കീർത്തനത്താൽ നമുക്ക് വേഗം തിരിച്ചു പോകാൻ കഴിയും. നമ്മളൊരു സുവർണ രീതിയിൽ നിൽക്കുകയാണ് ഇപ്പോഴേ. നമ്മൾ അധികം കലിയുടെ ആ പൂർണ്ണതയിലേക്ക് പോയിട്ടുമില്ല. നമ്മളെ ഒരു വിധത്തിൽ നമുക്കിപ്പൊ നാമം ജപിക്കാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ ബുക്കുകളുണ്ട്. ശ്രീലപ്രഭുപാദരുടെ ബുക്കുകള്, ലഘുഭാഗവതാമൃതം, അതുപോലെ ആ ഒരു ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം അറിവ് നേടിയെടുക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ അത് ആ ഒരു സദ്ഗുണം നമുക്ക് തരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ബുക്കുകളെല്ലാം വായിച്ചിട്ട്, നമ്മുടെ ശ്രീലപ്രഭുപാദർ തന്ന ബുക്കുകളുണ്ട്, അല്ലാതെ എത്ര ബുക്കുകൾ നമുക്ക് അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ ബുക്കുകൾ നമുക്ക് വായിക്കാനുണ്ട്. അങ്ങനെ അതൊക്കെ വായിച്ച് അറിവ് നേടാനും, അല്ലെങ്കിൽ അത് വായിക്കാൻ കഴിയാത്തവർക്ക് ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ എല്ലാം വായിച്ചെടുക്കാൻ നമ്മളെ കൊണ്ടൊന്നും പറ്റുകയില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഗുരുതത്വത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന രീതിയിൽ നമ്മൾ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ കൂടി ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ആ വെളിയിൽ കൂടി തന്നെ നമുക്ക് ഭൗതിക ബന്ധനത്തിൽ നിന്ന് മുക്തമായി മുക്തനാകാൻ കഴിയുമെന്നാണ് ഇവിടെ പറയുന്നു. അതീന്ദ്രതയിലേക്ക് നമുക്ക് ഉയരാനും അത് മതി. അതുപോലെ ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്ന് പറയുന്നത് കലിയുഗത്തിന്റെ അപായമായ സമുദ്രത്തിൽ വീണ പതിതാത്മാക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നൗകയായിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ കലിയുഗത്തിൽ വീണു, നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. എങ്ങനെ? ഈ പ്രസ്ഥാനം പറയുന്ന കാര്യങ്ങളെ കുറിച്ച് കേൾക്കുക. നമ്മുടെ പ്രസ്ഥാനത്തെ കുറിച്ച് പൊക്കി പറയുകയല്ല, പക്ഷെ ആ നാമസങ്കീർത്തനത്തിൽ കൂടി നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും? രക്ഷപ്പെട്ടു പോകാൻ കഴിയുമെന്ന് നമുക്ക് ശ്രീലപ്രഭുപാദർ നമ്മളെ കൈ പിടിച്ചുയർത്താൻ തയ്യാറായി നിൽക്കുന്നുണ്ട് എന്നത് നമ്മളെ മറക്കാതിരിക്കുക. അപ്പം അങ്ങനെ കർമ്മം നശിക്കുന്ന ഈ യുഗത്തിൽ, അപ്പൊ ഇവിടെ എന്താണ് പറയും, പാഷണ്ഡ പ്രചരേ ധർമ്മ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നാസ്തികമാണ് ഇവിടുത്തെ ധർമ്മം. ആ സമയത്ത് നമുക്ക് തന്ന ഈ 10,000 വർഷത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ബുക്കും വായിച്ച്, അതുപോലെ ഭഗവാനെ കുറിച്ച് ഓർത്ത്, തീർച്ചയായും ശ്രീലപ്രഭുപാദരുടെ പുറകെ നമുക്ക് പോകാൻ കഴിയട്ടെ എന്ന്, നമ്മുടെ ഗുരുവിന്റെ പുറകെ നമുക്ക് അവിടെ എത്താൻ കഴിയണം എന്ന് പറയാം. പിന്നീട് കാലങ്ങൾ കഴിയുമ്പോൾ കർമ്മതത്വങ്ങളെ രക്ഷിക്കാനായി, എന്ന് വെച്ചാൽ കലിയുഗത്തിന്റെ അവസാനമാകുമ്പോഴത്തേക്ക്, വർഷങ്ങൾ ഇനിയും കിടക്കുന്ന എത്രയാണ് കലിയുഗം എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കർമ്മതത്വങ്ങളെ സംരക്ഷിക്കുന്നതിനായി ഭഗവാന് ശംഭാള ഗ്രാമത്തിൽ വന്ന് ഒരു ബ്രാഹ്മണനും മഹാത്മാവുമായ വിഷ്ണു യശസ്സിന്റെ പുത്രനായി വന്ന് ജനിക്കുമെന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹം കലിയുഗം ഘോരമായി അവസരത്തിൽ കയ്യിൽ വാളുമെന്തി മിന്നൽ വേഗത്തിലുള്ള ഒരു കുതിരപ്പുറത്ത് കയറിയിട്ട് എന്ത് ചെയ്യും? എല്ലായിടവും സഞ്ചരിക്കും. എന്നിട്ട് അദ്ദേഹം നിഗൂഢമായ പല ഐശ്വര്യങ്ങളും പ്രകടമാക്കും. അദ്ദേഹം 8 പ്രത്യേക ഗുണങ്ങളും അദ്ദേഹം പ്രദർശിപ്പിക്കും. അങ്ങനെ ഭൂമി ആകെ സഞ്ചരിക്കും. സഞ്ചരിച്ചതിന് ശേഷം കള്ളന്മാരെ എല്ലാം വധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അത്രമാത്രം ആൾക്കാർ ഇവിടെ വഞ്ചനയും കാപട്യവും കൊണ്ട് ഭൂമിയെ അങ്ങ് നശിപ്പിച്ചിരിക്കും. നശിപ്പിക്കുമ്പോഴത്തേക്ക് അവരെ എല്ലാം വധിക്കാൻ തയ്യാറായിട്ടാണ് കൽക്കി ഭഗവാൻ വിഷ്ണു യശസ്സിന്റെ മകനായിട്ട് ഇവിടെ വന്ന് ഇരിക്കുന്നത്. അങ്ങനെ അധർമ്മത്തെ ഇല്ലാതാക്കി സത്യയുഗത്തിലേക്ക് കയറി വിടുകയും ചെയ്യും. അങ്ങനെ ഭഗവാൻ ഇവിടെ ലാസ്റ്റിൽ കലിയുഗത്തിന്റെ അവസാനം ഇവിടെ വന്ന് ജനിക്കുകയും അദ്ദേഹം അവിടെ ആ അധർമ്മത്തെ എല്ലാം മാറ്റിയിട്ട് സത്യയുഗം വീണ്ടും ഓസ്ട്രിക്റ്റായിട്ടുള്ള ആ സത്യയുഗത്തിലേക്ക് കടക്കുകയും ചെയ്യും. അതിന്റെ പ്രകാശം ഭൂമിയിൽ ഉണ്ടാകുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രസൂര്യന്മാരും വ്യാഴവും കർക്കിടകവും ഒരുമിച്ച് വരികയും 3 ഒരേ സമയം പൂയം നക്ഷത്രത്തിൽ പ്രവേശിക്കുകയും ചെയ്യുമ്പോഴാണ് സത്യയുഗം ആരംഭിക്കുന്നതെന്നും നമ്മുടെ ഭാഗവതം പറയുന്നുണ്ട്. യഥാ ചന്ദ്രശ്ച സൂര്യശ്ച തഥാദൃശ്യ ബൃഹസ്പതി ഏകരാശവും സമേഷ്യന്തി ഭവിഷ്യതി തഥാകൃതം. അങ്ങനെ മനുഷ്യരിലേക്ക് ഭക്തി സഞ്ചായതേ ഭക്തി. അപ്പൊ അവിടെ എത്തുമ്പോഴത്തേക്ക് ഭക്തരിൽ നിന്ന് ഭക്തി കിട്ടാനുള്ള സാഹചര്യം അവിടെ എത്തും. പക്ഷേ ഈ കലിയുഗ അവസാനം ഇങ്ങനെ കഷ്ടപ്പെട്ട് ആയിരിക്കും എന്നുള്ളത് ഭാഗവതം നമുക്ക് ആ ഒരു അറിവ് നമുക്ക് തരികയാണ്. എത്രമാത്രം നമ്മളെ മനസ്സിലാക്കാമോ അത്രമാത്രം അത് മനസ്സിലാക്കിയിട്ട് നമ്മള് അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരിതാണ് ഈ നൈമിശാരണ്യത്തിലെ ആൾക്കാർ നമുക്ക് പറഞ്ഞു തന്നത്. അപ്പൊ നൈമിശാരണ്യത്തിലെ
ആൾക്കാരുടെ പ്രത്യേകത എന്തായിരുന്നോ എന്ന് മനസ്സിലാക്കി അവിടെ രാക്ഷസ ശക്തി വരുന്നതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവിടെ ആ ഒരു പ്രദേശത്തേക്ക് രാക്ഷസ ശക്തി വരാൻ പാടില്ല. അപ്പൊ അവിടെ യജ്ഞങ്ങൾ നടത്തിയിരുന്നു. അപ്പൊ അത്രമാത്രം വളരെ പുണ്യ സ്ഥലമായതുകൊണ്ടാണ് ഇത് നടത്താൻ. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വിഷ്ണു കൺപോളകൾ അടയ്ക്കാത്ത ക്ഷേത്രമാണ്, വിഷ്ണു ക്ഷേത്രമുണ്ടെന്നൊക്കെ വായിച്ചു, നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അത്രയുമാണ് ഈ ശ്ലോകത്തെ കുറിച്ച് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പൊ ഇവിടെ ഭാരതത്തിൽ ജന്മമെടുത്തവരെല്ലാം, അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഭാഗവത ധർമ്മ സമ്പ്രദായത്തെ കുറിച്ച് ശ്രീ ചൈതന്യ മഹാപ്രഭു പ്രഭാഷണം നടത്തി എന്ന് മാത്രമല്ല, ഭാരതത്തിൽ ജന്മമെടുത്തവരെല്ലാം ശ്രീകൃഷ്ണന്റെ സന്ദേശ പ്രചാരണം, പ്രത്യേകിച്ചും ഭഗവത്ഗീത സന്ദേശ പ്രചാരണം എന്ന ദൗത്യം ഏറ്റെടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ എന്താണ്? ഭാരതഭൂമിത്തെ ഹൈല മനുഷ്യ ജന്മയാരോ ജന്മ സാർത്ഥകരി കരപര ഉപകാര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹോയില എന്ന് പറഞ്ഞാല് ആയിത്തീരുക, യാര എന്ന് പറഞ്ഞാൽ ആരായാലും സ്വാർത്ഥകരി, വിജയിപ്പിക്കുന്നതിന് വേണ്ടി. അപ്പം ഭാരതഭൂമിയിൽ ജനിച്ചവരെല്ലാം ആര് തന്നെ ആയിക്കോട്ടെ, അവര് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുക, അതുപോലെ ചൈതന്യ മഹാപ്രഭുവിന്റെ ഉപദേശങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയതിന് ശേഷം അത് മറ്റുള്ളവരിലേക്ക്, ഇപ്പൊ എനിക്കൊന്നും വലിയ അറിവൊന്നും ഉണ്ടായിട്ടല്ല, എന്താണ് ഞാൻ കേട്ടത്, ബുക്കിൽ കണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ഗുരുവിന്റെ എന്തെങ്കിലും ഒന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ ഗുരുവിന്റെയും ശിക്ഷാ ഗുരുവിന്റെയും അവരുടെ ക്രെഡിറ്റിലാണ്. അവർ പറയുന്ന അവരുടെ കഴിവ് കൊണ്ടാണ്. അല്ലാതെ എനിക്കൊരു എന്തെങ്കിലും തെറ്റിപ്പോയെങ്കിൽ അത് മാത്രം എൻ്റെ കഴിവാണ് എന്ന് മാത്രമേ ഞാൻ മനസ്സിലാക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഭാരതഭൂമിയിൽ സഞ്ചരിക്കുന്നവരെല്ലാം, ജീവിച്ചിരിക്കുന്നവരെല്ലാം ശരി, ഭഗവാനെ കുറിച്ച് മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കേണ്ടതാണ് എന്ന് നമുക്ക് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സന്ദേശ പ്രചാരണമായിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. ആ ദൗത്യം നിങ്ങൾ ഏറ്റെടുത്തിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. പിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിലെടുത്ത ക്ലാസ്സിലെ അന്ന് ഒരു കാര്യം പറഞ്ഞു തീർക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പം ആ ഒരു ശ്ലോകം പുരീണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശഃ എന്നുള്ളതായിരുന്നു ശ്ലോകം. ആ ശ്ലോകത്തിലെ അവിടെ ഭഗവാന്റെ വസുദേവ തത്വം എന്നൊരു വാക്കാണ് അവിടെ ഉള്ളത്. ഇപ്പം വസുദേവ തത്വം എന്താണ് എന്ന് രണ്ടു മൂന്ന് പേരെന്നോട് ചോദിച്ചിരുന്നു. അത് ഞാൻ പറഞ്ഞിരുന്നു അന്ന്, പക്ഷെ അവർക്ക് വ്യക്തമായി കാണത്തില്ല. യഥാർത്ഥത്തിൽ വസുദേവ തത്വം എന്ന് പറയുന്നത്, ആ ശ്ലോകം എടുത്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ ശ്ലോകത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചോദ്യമാണത്. പുരീണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശഃ എന്ന് പറയുന്ന ശ്ലോകമാണ്. 11 ശ്ലോകം നമ്പർ. അപ്പൊ അവിടെ പുരീണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശഃ അതസാത്രോത്തേത്സാരം സമധൃത്യ മനുഷ്യ ബ്രൂഹിപത്രായ ഭൂതാനാം യേനാത്മാ സുപ്രസിദ്ധ. അത് കഴിഞ്ഞ അടുത്ത ശ്ലോകത്തിലാണ് ഇതുള്ളത്. ഇത് സൂതജാനാസി ഭദ്രന്തേ ഭഗവാൻ സാത്വതാംപതി ദേവക്യാം വാസുദേവസ്യ യാതോ യസ്യ ചികീർഷയ. അപ്പം പരമപുരുഷ ആവിർഭാവം സംജാതമായ അതീന്ദ്രിയാവസ്ഥയുടെ പ്രതിരൂപമാകുന്നു വസുദേവർ എന്നൊരു വാക്കുണ്ട്. അതാണ് മനസ്സിലാക്കാനത് എനിക്ക് തോന്നി. അപ്പൊ ഭഗവാൻ വെളിപ്പെടുത്തുന്ന വിശുദ്ധ സത്വാവസ്ഥ അതെന്താണോ അതാണ് ആ അതീന്ദ്രിയ അവസ്ഥ എന്ന് പറയുന്നത്. ഭഗവാന്റെ മാതാപിതാക്കളുണ്ട്, ശയ്യയുണ്ട്, ഗ്രഹമുണ്ട്, ഇരിപ്പിടമുണ്ട്. ഇതെല്ലാം ശുദ്ധ സത്വത്തിൽ അധിഷ്ഠിതമാണ്. ഭഗവാന്റെ ഗോലോക വൃന്ദാവനം എന്ന് പറയുന്നത് പോലും ശുദ്ധ സത്വത്തിൽ അധിഷ്ഠിതമാണ്. അപ്പം ജീവസത്ത എന്ന് വെച്ചാൽ അവിടെ മറ്റൊന്നുമില്ല. ഞാൻ അവിടെ പറഞ്ഞു, ഭഗവാനിൽ നിന്ന് ബലരാമനും രാധാറാണിയും ഒക്കെ ഉണ്ടാകുന്ന കാര്യം പറഞ്ഞിരുന്നു. ഒന്നാമത്തെ ചതുർവ്യൂഹം ഉണ്ടാകുന്നത് പറഞ്ഞു, രണ്ടാമത്തെ ചതുർവ്യൂഹം ഉണ്ടാകുന്ന പറഞ്ഞു, വസുദേവൻ, ആ സംഘർഷണൻ, അനിരുദ്ധൻ, ഇതെല്ലാം എല്ലാം പറഞ്ഞിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം വളരെ ശുദ്ധ സത്വത്തിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത്. അപ്പം ഒരു വ്യക്തി തന്റെ സേവന മനോഭാവത്തിലൂടെ ഭഗവത് ഗുണൻ രൂപം തുടങ്ങിയ സവിശേഷ ഗുണങ്ങൾ ദർശിക്കാൻ കഴിയും ഒരു വ്യക്തിക്ക്. അപ്പം തന്റെ സേവനമായ ശുദ്ധ സേവന ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാകുമ്പോൾ, നമ്മളിൽ തന്നെ എന്തുണ്ടാകണം? സേവനം ചെയ്യാനുള്ള മനോഭാവം ഉണ്ടാകണം. അത് ശുദ്ധ സേവനവും ആയിരിക്കും. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളിൽ തന്നെ ചില സവിശേഷ ഗുണങ്ങൾ നമുക്ക് ദർശിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അങ്ങനെ നമ്മളിൽ വെളിപ്പെടുത്താൻ കഴിയുന്ന ഒരവസ്ഥയാണ് വാസുദേവ തത്വം. ആരാണോ ആ രീതിയിൽ മറ്റൊന്നും മനസ്സിൽ വരാതെ പരമശുദ്ധാവസ്ഥയിൽ എത്തിക്കൊണ്ട് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നത്, അങ്ങനെ ആ ഒരു
ഭാവത്തിൽ നമ്മൾ എപ്പോഴെത്തുമ്പോൾ അവിടെ നമ്മൾ ശുദ്ധാവസ്ഥയിലാണ്, നമ്മൾ വാസുദേവ തത്വത്തിലാണ്. അപ്പം വസുദേവര് കൃഷ്ണൻ ജനിക്കുന്ന അവസരത്തില് ആ സമയത്ത് ജനിക്കുന്നതിന് മുമ്പായി തന്നെ വസുദേവരിലേക്ക് ആ അവസ്ഥ എത്തിയിരുന്നു. അപ്പം എവിടെയാണ് ഗോലോക വൃന്ദാവനത്തിലുള്ള ഈ ആ ശുദ്ധാവസ്ഥ, ശുദ്ധമായ സത്വം, ആ സത്വാവസ്ഥ ഈ വാസുദേവരിലേക്ക് ലഭിച്ചിരുന്നു. അങ്ങനെ ആ ശുദ്ധ അവസ്ഥയാണ് വാസുദേവ തത്വം എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ ഭഗവാൻ എങ്ങനെയാണോ വസുദേവരിലേക്ക് ഭഗവാനെ ആദ്യം ആവേശിപ്പിച്ചതിന് ശേഷം വസുദേവര് ദേവകിക്ക് കൊടുത്തു, ദേവകിയിലേക്ക് ആ ജ്ഞാനവും ആ രൂപവും കൊടുത്തു എന്നാണ് ഭാഗവതം പറയുന്നത്. അപ്പം സന്ധിനി ശക്തിയെ കുറിച്ചും അതുപോലെ ആ ഒരു ഹ്ലാദിനി ശക്തിയെ കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. സംവിത്ത്, സന്ധിനി, ഹ്ലാദിനി, ആ 3 ശക്തികളെ കുറിച്ച് പറഞ്ഞു. ഭഗവാൻ ആരാണെന്നുള്ള ജ്ഞാനം കിട്ടുന്നതാണ് എന്താണ് സംവിത് ശക്തി എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അതുപോലെ ഹ്ലാദിനി ശക്തി എന്ന് പറയുന്നത് എന്താണ്, ആനന്ദത്തിൻ്റെതായ ഉറവിടമാണ് അവിടെ എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ അവിടെ എന്താണ്, ഭഗവാനോടുള്ള പ്രേമമാണ് അവിടെ നിലകൊള്ളുന്നത് എന്നറിഞ്ഞു. അതുപോലെ സന്ധിനി എന്ന് പറയുമ്പം പരോജ്ഞജ്ഞാനവും പ്രത്യക്ഷജ്ഞാനവും ഒരുപോലെ ലഭിക്കുന്നു. അപ്പം സംവിത്ത്, ഹ്ലാദിനി, സന്ധിനി, ഈ 3 ശക്തികൾ ഇതെല്ലാം. അപ്പം അതിൽ കൂടി ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം നേടിയെടുത്ത് കഴിയുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന അവസ്ഥ എന്നുള്ളതാണ്. അപ്പൊ ഭഗവാനെ കുറിച്ചുള്ള അറിവ് അവിടെ കൊടുത്തു വസുദേവരിലേക്ക്. അങ്ങനെ വസുദേവർക്ക് കിട്ടിയ ആ അവസ്ഥയിലാണ്, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ആരുണ്ടാകുന്നത്, ഭഗവാൻ വന്ന് ജനിക്കുന്നത് എന്നാണ് ആ വസുദേവ തത്വത്തെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് പിന്നെ ഒരു കാര്യം കൂടി അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാൻ വരുന്നതിന് മുമ്പായിട്ട് 6 പുത്രന്മാർ അവിടെ ഉണ്ടായിരുന്നു. 7 ഉണ്ടായിരുന്നു. 6 പേരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവരാരും നമ്മൾ ഫിലോസഫിക്കലായിട്ട് പറയും, എന്ത് പറയും, അത് എന്തൊക്കെയാണ് എന്ന് പറയും അല്ലെ. മരീചിയുടെ മക്കളാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് ആങ്കർ, ഗ്രീഡ്, എൻവി, അറ്റാച്ച്മെന്റ്, പ്രൈഡ്, ഇവയുടെ ഇരിപ്പിടമാണ്, ഇതായിരുന്നു ആ 6 മക്കളെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം അതിനെ കൂടുതലായിട്ട് വേറൊരു രീതിയിൽ അത് പറയുന്നത്, ഈ 6 മക്കളും കാലനേമിയുടെ മക്കളായിരുന്നു. കാലനേമി എന്നത് ഹിരണ്യാക്ഷന്റെ മകനാണ് കാലനേമി. ഹിരണ്യാക്ഷൻ 2 മക്കളുണ്ടായിരുന്നു, കാലനേമിയും അന്തകനും. നമ്മളെ അന്തകനെ വധിക്കുന്നത് ആരാണ്? ശിവനാണ്. അന്തകാന്തകനായി വിളങ്ങുന്ന തമ്പുരാൻ എന്നെ കാത്തുകൊള്ളണം എന്നൊക്കെ പാട്ടുണ്ടല്ലോ. അപ്പം അന്തകൻ എന്ന് പറയുന്നതും ഹിരണ്യാക്ഷന്റെ മകനായിരുന്നു. കാലനേമിയും ഹിരണ്യാക്ഷന്റെ മകനായിരുന്നു. അപ്പം കാലനേമിയാണ് ഈ കംസനായിട്ട് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഈ 6 പേർക്കും പ്രീവിയസ് ബർത്തിൽ, ഇതിനു മുമ്പ് ശാപം കിട്ടിയിരുന്നു. കാരണമുണ്ട്, ബ്രഹ്മാവ് സരസ്വതിയെ സൃഷ്ടിച്ചപ്പോൾ ബ്രഹ്മാവിന് ഭയങ്കരമായ ആഗ്രഹം അവളിലുണ്ടായി. ആ സൗന്ദര്യത്തിലും ബ്രഹ്മാവിന് ഭയങ്കര ഇഷ്ടം ഉണ്ടായപ്പോൾ ബ്രഹ്മാവിന്റെ സൃഷ്ടിച്ച ആളല്ലേ, മകളായിട്ടല്ലേ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞ് ഈ 6 തപസ്സികളും കളിയാക്കാൻ ചെയ്തു. അങ്ങനെ അവർക്ക് ശാപം കിട്ടി. അങ്ങനെ ആ ശാപം കിട്ടിയത് കൊണ്ട് അവിടെ വെച്ച് അവർക്ക് ശാപം കിട്ടുന്ന അവരുടെ അച്ഛൻ തന്നെ അടുത്ത ജന്മത്തിൽ അവരെ വധിക്കുമെന്ന് ശാപം ഉണ്ടായിരുന്നു. അതാണ് ജനിച്ച ഉടനെ ഓരോന്നും മരിക്കുന്നതിന് കാരണമായി തീരുന്നത് എന്ന് പറയുന്നു. പിന്നെ ഈ 6 ലസ്റ്റ് ആങ്കർ അറ്റാച്ച്മെന്റ് പ്രൈഡ് എന്നത് അതാണെന്ന് വിശ്വസിക്കുമ്പോൾ ഒരു ബലരാമൻ ഇവിടെ വരുന്നുണ്ട്. 7ാമതായിട്ട് ബലരാമൻ എത്തുന്നുണ്ട്. ഈ ബലരാമൻ ഇവിടെ എത്തിയിട്ട് ഈ അറ്റാച്ച്മെന്റിനെയും ലസ്റ്റിനെയും ആങ്കറിനെയും ഗ്രീഡിനെയും എല്ലാം മാറ്റിയിട്ട് മനസ്സിനെ ശുദ്ധീകരിച്ചു. ദേവകിയുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് അദ്ദേഹത്തിന്റെ പ്രസൻസ് കൊണ്ട് എനിമീസ് ഓഫ് മൈൻഡ് എല്ലാം മാറിയിട്ട് ഭഗവാൻ ഇരിക്കത്തക്ക ഒരു സ്ഥലമാക്കി മാറ്റി എന്നുള്ളതാണ് ദേവകിയുടെ ഹൃദയത്തെ, ദേവിയുടെ മനസ്സിനെ, ദേവിയുടെ ഗർഭത്തെ ഭഗവാൻ ഇരിക്കുന്നതിനുള്ള മനസ്സിലാക്കി മാറ്റാനാണ് ആ ബലരാമൻ ഭഗവാൻ എത്തുന്നതിന് മുമ്പേ ഇവിടെ എത്തിയതെന്നും പറയുന്നുണ്ട്. ഇത്രയുമേ ഉള്ളൂ. അതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സമയമായി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, അല്ലെങ്കിൽ മറ്റ് ഇവിടെ ഭക്തന്മാര് പറഞ്ഞു തരും. ഹരേ കൃഷ്ണ.
ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിർത്താം. പ്രഭു മാതാജി ഇല്ലേ? ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി, വളരെ നന്ദി. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. വാസുദേവ ദത്ത ഭയങ്കര നന്നായിട്ട് മാതാജി പറഞ്ഞു തന്നു കേട്ടോ. അസലായിട്ടുണ്ട്. ഹരേ കൃഷ്ണ. വളരെ ക്ലിയർ ആക്കി തന്നു മാതാജി. ഞാനിങ്ങനെ വാസുദേവ ദത്ത എന്നൊക്കെ കേട്ടപ്പോഴും എന്താണെന്നുള്ളത് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോ മാതാജി അത് വളരെ ഡയറക്റ്റ് ആയിട്ട് അത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. എല്ലാം ഗുരുവിന്റെ കൃപ മാതാജി. ഹരേ കൃഷ്ണ. പ്രണാമം. ഹരേ കൃഷ്ണ. പിന്നെ മാതാജി 4 മാധുര്യം ഭഗവാന്റെ എക്സ്ട്രാ എന്ന് പറഞ്ഞ രൂപം, ലീല, വേണു, വേണുമാതിരി, ലീലാമാതിരി, രൂപമാതിരി, ഭക്തമാതിരി. എന്താ മാതാജി? ഭക്തമാതിരി, വേണു, ഭക്തമാതിരി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹലോ, ഹരേ കൃഷ്ണ. മാതാജി, നാളത്തെ ക്ലാസ്സിൽ എന്താണ് സബ്ജക്റ്റ് എന്നുള്ളത് ഇന്ന് ഇൻഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അതൊന്ന് നമുക്ക് ആ പുസ്തകം നോക്കിയിട്ട് അതൊന്ന് പഠിച്ചു വെക്കാമായിരുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ 21ാമത്തെ ശ്ലോകമാണ് ഞാൻ എടുത്തത്. അപ്പൊ നാളെ 22 ആയിരിക്കുമല്ലോ പ്രഭു. നാളെ 22 ആയിരിക്കും. നാളെ 22 ആയിരിക്കുമല്ലോ ശ്ലോകം. പ്രഭു കണ്ടിന്യൂഷൻ ആണ് പ്രഭു, ക്ലാസ് കണ്ടിന്യൂഷൻ ആണ് പോകുന്നത്. നാളെ 22 ആണ് പ്രഭു. മാതാജി അത് ചോദിച്ചില്ലേ? പ്രേമമാതിരി, വേണുമാതിരി. പ്രേമമാതിരിയാണ് മാതാജി. പ്രേമമാതിരി, വേണുമാതിരി, ലീലമാതിരി, രൂപമാതിരി. മാതാജി പോയോ? ഓക്കെ മാതാജി. ഞാൻ ഹരേ കൃഷ്ണ പ്രഭു. ക്ലാസിന്റെ മെസ്സേജ് ഇടുമ്പോ അതിന്റെ കൂടെ ശ്ലോക നമ്പർ ഇടുന്നുണ്ട് പ്രഭു. ഹരേ കൃഷ്ണ. ഇന്നിപ്പോ 22 ഞാൻ എടുത്തത്. 21 എടുത്തത്. ഹരേ കൃഷ്ണ. നിർത്താം പ്രഭു. ഓക്കെ മാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി. ഹരേ കൃഷ്ണ.